ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധി എന്താണെന്നറിയാത്തവർക്കായി ഒരു കുഞ്ഞു വീഡിയോ. പൂർണ്ണമായും ഒരു അറിവ് പകരുക എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഫുള്ള് കാണണം. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിങ്ങനെ മതപരമായി നോക്കിയാൽ ജ്ഞാനബോധത്തിൻ്റെ പരിസമാപ്തിയാണ് സമാധി. ബുദ്ധമതത്തിൽ ജ്ഞാനോദയത്തിലേക്കുള്ള ശ്രേഷ്ഠമായ അഷ്ടാംഗ മാർഗത്തിൽ അവസാനത്തേതാണ് സമാധി. ജൈനമതത്തിൽ വിമോചനത്തിന് തൊട്ടു മുമ്പിലുള്ള പരിശീലനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഒന്നായി സമാധിയെ കാണുന്നു. ആഴത്തിലുള്ള ഏകാഗ്രതയും ധ്യാന പരിശീലനത്തിലൂടെയുള്ള ഒരു അവസ്ഥയും ഒക്കെയാണ് മതപരമായ രീതിയിലുള്ള ഒരു സമാധി. സമാധിയായി നിരവധി പേരെ നാം ശ്രേഷ്ഠരായ കുറേ സന്യാസിമാരെയും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. 11 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിൽ അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവിൻ്റെ സമാധി ഏറെ ചർച്ചാ വിഷയമായതാണ്. 2014 ജനുവരിയിലാണ് ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ തലവനായ അശുതോഷ് മഹാരാജ് മരിക്കുന്നത്. മഹാരാജ് ധ്യാനത്തിലാണെന്നും ഉണരുന്നതുവരെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് അനുയായികൾ അശുതോഷിൻ്റെ ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. ഈയിടെ അശുതോഷ് മഹാരാജിൻ്റെ ശരീരം അടക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അനുയായികൾ സമ്മതിച്ചില്ല. 2017 പഞ്ചാബ്, ഹരിയാന കോടതിയിലും അനുയായികളുടെ വാദത്തിനോടൊപ്പം കോടതി നിന്നു. ഇന്നും അശുതോഷ് മഹാരാജ് ഫ്രീസറിൽ തന്നെ തുടരുന്നു. സമാധിയാകാൻ പോകുന്നയാൾ അയാളുടെ മരണം മുൻകൂട്ടി അറിയുമെന്നാണ് ഈ മതം പ്രസ്താവിക്കുന്നത്. ഒരു മനുഷ്യൻ സമാധിയായി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുവരെ ആരും തിരികെ വന്നിട്ടില്ല.